ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ ഈ വീഡിയോയിൽ കുറച്ച് സിനിമ അപ്ഡേറ്റ്സുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേത് നമ്മുടെ ലാലേട്ടനും പ്രധാന വേഷത്തിലെത്തുന്ന വിഷ്ണു മഞ്ജു നായകനായിട്ട് എത്തുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിന്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത് 3 മണിക്കൂർ 10 മിനിറ്റ് ആണ്. പാൻ ഇന്ത്യൻ പുരാണ ചിത്രമായി എത്തുന്ന കണ്ണപ്പ ജൂൺ 27-ന് റിലീസ് ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടുള്ളതാണ്. ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. വളരെ പ്രസക്തമായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ ഈ ചിത്രത്തിൽ എത്തുന്നത്. കിരാത എന്ന കഥാപാത്രത്തെയാണ് നമ്മുടെ ലാലേട്ടൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിലെ മറ്റൊരു സൂപ്പർ സ്റ്റാറായി എത്തുന്ന പ്രഭാസിന്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ് സമയദൈർഘ്യം എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകരെ ഏറെ വിഷമത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ചിത്രീകരണം അടങ്ങുന്ന ഹാർഡ് ഡിസ്ക് മോഷണം പോയി എന്നുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ റിലീസ് തീയതിയിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായിട്ട് എത്തിയ തുടരുമെന്ന ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ്. ആഗോളതലത്തിൽ 232.25 കോടി രൂപയോളമാണ് ചിത്രം നേടിയിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ 100 കോടി നേടുന്ന ആദ്യത്തെ ചിത്രമായി മാറി നമ്മുടെ ലാലേട്ടന്റെ തുടരുമെന്ന ചിത്രത്തിനെ കുറിച്ച് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിത്രം OTT-യിലേക്ക് എത്തുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളാണ്. മെയ് 30-ന് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കും എന്നുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തുടരുമെന്ന ചിത്രം OTT-യിലേക്ക് പോകുമ്പോൾ ലാലേട്ടന്റെ 2 റീ റിലീസ് ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ 2007 തിയേറ്ററുകളിൽ എത്തിയ ഛോട്ടാ മുംബൈ എന്ന ചിത്രവും അതുപോലെ തന്നെ റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിൽ എത്തിയ ഉദയനാണ് താരം എന്ന ചിത്രവുമാണ് റീ റിലീസിന് ഒരുങ്ങിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ജൂൺ 6-ന് ഛോട്ടാ മുംബൈ തിയേറ്ററുകളിൽ എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂൺ 20-ന് ഉദയനാണ് താരം എന്ന ചിത്രവും തിയേറ്ററുകളിൽ എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അടുത്തായി നമ്മൾ നോക്കുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആന്റണി വർഗീസ് പെപ്പെ നായകനായിട്ടെത്തുന്ന കാട്ടാളൻ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ അപ്ഡേറ്റ്സുകളും വമ്പൻ അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചിത്രത്തിന്റെ ടെക്നിക്കൽ ടീമിന്റെ ഹൈപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ചിത്രത്തിന്റേതായിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കാൻ എത്തുന്നത് ലോക പ്രശസ്തനായിട്ടുള്ള സ്റ്റണ്ട് കോറിയോഗ്രാഫർ കെച്ച കെമ്പടിക്ക് ആണെന്നുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാട്ടാളൻ ടീം കെച്ച കെമ്പടിക്കയെ നേരിൽ കണ്ട് സംസാരിക്കുന്ന വീഡിയോയും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ അവർ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ആരാണ് കെച്ച കെമ്പടിക്ക് എന്ന് നമ്മൾ നോക്കിയാൽ ടോണി ജ നായകനായിട്ടെത്തിയ വൺ ബാക്ക് എന്ന ചിത്രം നമ്മൾ മറന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതിൽ ഒരു ആനയാണ് പ്രധാന കഥാപാത്രമായി എത്തിയത്. വളരെ സെന്റിമെന്റലും അതുപോലെ തന്നെ വളരെ വലിയ ആക്ഷൻ രംഗങ്ങളും ഉള്ള ഒരു ചിത്രമായിരുന്നു വൺ ബാക്ക്. അതിന്റെ 2ാം ഭാഗമായിട്ടുള്ള വൺ ബാക്ക് 2-വിന്റെയും അതുപോലെ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള ബാഹുബലി 2-വിന്റെയും ജവാൻ, ബാഗി 2, പൊന്നിയൽ സെൽവൻ പാർട്ട് 2 എന്നീ ചിത്രങ്ങളുടെയൊക്കെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയത് കെച്ച കെമ്പടിക്കയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മലയാളത്തിലെ അരങ്ങേറ്റം കാട്ടാളനിലൂടെ ആകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ ആന്റണി വർഗീസ് പെപ്പയുടെ ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത് പെപ്പയുടെ യഥാർത്ഥ പേരായിട്ടുള്ള ആന്റണി വർഗീസ് എന്ന് തന്നെയാണ് എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അപ്പോ എന്തായിരുന്നാലും ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ വരുന്നത്. നമ്മുടെ ജയസൂര്യ നായകനായിട്ട് എത്തുന്ന ആട് സീരീസിലെ ലാസ്റ്റ് ചിത്രമായിരിക്കും ആട് 3 എന്നുള്ളതായിരുന്നു നേരത്തെ വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകൾ. എന്നാൽ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സുകൾ പ്രകാരം ആട് സീരീസ് 5 വരെ പോകും എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. അതിൽ ആട് 4-ന്റെ സബ്ജക്റ്റ് ഇപ്പോൾ തന്നെ ലോക്ക് ചെയ്തു എന്നുള്ള അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ടായിരുന്നു. ആട് സീരീസിലെ ആട് 3-യുടെ ചിത്രീകരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ട്. മലയാള സിനിമയുടെ ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നത്
നമ്മുടെ ബിജു മേനോനും അതുപോലെ ജോജു ജോർജും ഒരു അന്വേഷണാത്മകമായിട്ടുള്ള ചിത്രം തന്നെയായിരിക്കും വലതുവശത്തെ കള്ളൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചിത്രത്തിനെ കുറിച്ച് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 3 പ്രമുഖ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള 3 താരങ്ങൾ കൂടി ഈ ചിത്രത്തിൽ അണിചേരും എന്നുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അത് ജോജു ജോർജ് ആണ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകളും വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യ നായകനായിട്ട് എത്തുന്ന സൂര്യ 46 എന്ന് താൽക്കാലിക പേരിട്ടിട്ടുള്ള ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മെയ് 30 ആരംഭിക്കും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. ഈ ചിത്രത്തിൽ മലയാളികളുടെ പ്രിയതാരം മമിത ബൈജു ആണ് സൂര്യയുടെ നായികയായിട്ട് എത്തുന്നത്. ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം മെയ് 1 ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിന്റെയും കൂടുതൽ അപ്ഡേറ്റ്സുകൾ അപ്പോൾ വരും ദിവസങ്ങളിൽ വരും. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ കാർത്തി നായകനായിട്ട് എത്തുന്ന ചിത്രമാണ് കൈദി 2. ചിത്രത്തിന്റേതായിട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചു എന്നുള്ളത്, അതുപോലെ തന്നെ ഈ വർഷം അവസാനത്തോടെ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും എന്നുള്ള അപ്ഡേറ്റ്സുകളുമാണ് വന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ നിർമ്മാതാവായിട്ടുള്ള SR പ്രഭു ആണ് ഈ വിവരം വെളിപ്പെടുത്തിയിട്ടുള്ളത്. കാർത്തിയുടെ കരിയറിലെ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു കൈദി. അപ്പോ ആ കൈദിയുടെ 2ാം ഭാഗമാണ് കൈദി 2. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.